ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പ്രലോഭനങ്ങളിലൂടെ സാത്താൻ മനുഷ്യനെ പാപത്തിലേക്ക് വശീകരിച്ചു. മനുഷ്യൻ പാപിയായി തീർന്നു. സാത്താൻ എപ്പോഴും ദുഷ്ടവികാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തന്ന് നമ്മെ പാപം ചെയ്യുവാനും ദൈവത്തിൽ നിന്ന് മാറിപ്പോകുവാനും പ്രേരിപ്പിക്കുന്നു. സാത്താൻ പരീക്ഷകൻ എന്നാണ് അറിയപ്പെടുന്നത്. തെറ്റ് ചെയ്യുവാനുള്ള പരീക്ഷ സാത്താനാണ് കൊണ്ടുവരുന്നത്. ഈ പരീക്ഷയിൽ നിന്ന് വിടുവിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. മനുഷ്യന് പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ ചെറുക്കാൻ കഴിയുന്നില്ല. പാപനിമിത്തം ദൈവം മനുഷ്യന് വിധിച്ച ശിക്ഷ നിത്യമായ നരകമാണ്. ഈ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപം സ്വീകരിച്ചു. മനുഷ്യൻ്റെ പാപങ്ങളുടെ ഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ മനുഷ്യൻ്റെ ശിക്ഷകൾ സഹിച്ച് മനുഷ്യന് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.